ഇത് ഞാൻ പറഞ്ഞല്ല, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാ. ചില തിന്മകൾ മക്കൾ പഠിക്കുന്നത് വീട്ടുന്ന ചില മാതാക്കളുടെ നിസ്സഹകരണം കൊണ്ടും മൗനാനുവാദം കൊണ്ടും, ചില പിതാക്കളെ കൊണ്ടും പിതാക്കളുടെ മൗനാനുവാദം കൊണ്ടും. ചില നാടുകളിലൊക്കെ ചില ആഘോഷങ്ങൾ, ഇതര മത ആഘോഷങ്ങൾ, പൂരങ്ങൾ ഇതൊക്കെ വരുമ്പോ ചില മക്കളൊക്കെ അങ്ങനെ പറയും, ഞാനതിന് പോവും, ഞാനത് പോവും, ഞാൻ പോവും, ഞാൻ ലിപ്സ്റ്റിക് വാങ്ങും, ഞാൻ അത് വാങ്ങും, ഇത് വാങ്ങും. വാപ്പറയും മക്കളെ വേണ്ട, അതൊന്നും ശരിയല്ല, ഇതൊന്നും നമ്മളെ മതത്തിന് യോജിച്ചതല്ല. ഈ മതം ഏത് കാര്യം ചോദിച്ചാലും മതത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഇടങ്ങാറാക്കണ്ടേ, ഐറ്റിങ്ങളൊരു പൂതിയല്ലേ, ഓലങ്ങ് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ അത് ഏതെങ്കിലും ഒരുത്തരുള്ള കണക്ഷൻ ആണെങ്കിലും ആദ്യം പറയുന്നറിയോ, അതൊന്നും ഇപ്പം നോക്കണ്ട, ഓളെ ഇഷ്ടമാണ് എങ്ങനെ നടക്കട്ടെ. ഓനാരായിരിക്കും 4 കാൽമേൽ രാത്രി കഞ്ചാവ് അടിച്ചു, രഹസ്യ സമ്മതം കൊടുത്ത് രഹസ്യ സഹായം ചെയ്ത് കുടുംബം നശിപ്പിക്കുന്ന അമ്മാരുണ്ട്, അപ്പാരുണ്ട്. ഞാൻ ആക്ഷേപിക്കല്ലോ. അവസാനം 4 കാലിൽ മക്കള് കഴുത്തറുത്ത് തൂങ്ങിച്ച് മരിച്ച മക്കളെ മയ്യത്ത് കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നൊരു ഗതികേട് പല കുടുംബത്തിലും കാണുമ്പോൾ അള്ളാന്റെ ബർക്കത്തോടു കൂടി 100 കണക്കിന് ആൾക്കാർ ദുആ ഇറക്കുമ്പം ബാറക്കല്ലാഹു ലക്കുമാ ചെല്ലുമ്പം പാപ്പ സന്തോഷത്തോടെ കൈപിടിച്ചേൽപ്പിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് പോവുക. അങ്ങനെ പോകുമ്പം ഇനി അഥവാ പരീക്ഷണാണോ, ആ കുടുംബത്ത് സ്വൈര്യല്ലേ, അത് അള്ളാഹ് തന്നൊരു പരീക്ഷണാന്ന് കരുതു മോളെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, സമാധാനമുണ്ട്. എന്നാൽ സ്വയം വരുത്തി വെച്ച ഫിത്തിനയിൽ ഇത് ഞാൻ അനുഭവിക്കേണ്ടതാന്ന് സ്വയം തോന്നുന്ന ഒരു കുറ്റബോധവും വേദനയുണ്ട്. രണ്ടും രണ്ടാ. അത് മക്കളും കൂടി അറിയണം. വാപ്പയമ്മയും നല്ല നിലക്ക് വളർത്തിക്കൊണ്ടുവന്ന് പഠിപ്പിച്ച് ദീനീ ചിട്ടയിൽ മദ്രസയെ ചേർത്ത് അതിനുശേഷം നാട്ടിലുള്ള സർവ്വ ഖുർആൻ ക്ലാസ്സിലും പങ്കെടുപ്പിച്ച് അതോടൊപ്പം അവന്റെ ഭൗതിക ഡിഗ്രിയും നേടിക്കൊടുത്ത് ഓൻ MBA-കാരനായി നല്ലൊരു ജോലിയിലേക്ക് എത്തി, വിദേശത്ത് ചെന്ന് ഗൾഫിൽ ജോലി വാങ്ങി തിരിച്ച് നാട്ടിൽ വന്ന് നല്ലൊരു പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അള്ളാന്റെ ദീനിനെ സാക്ഷി നിർത്തി യാതൊരു മാമൂലുകളും ആചാരങ്ങളും ഇല്ലാണ്ട് കുടുംബക്കാരെ പ്രാർത്ഥനയോടെ ഒരു പെൺകുട്ടീനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് റൂമിൽ കയറി ദാമ്പത്യ ജീവിതം മക്കളോടൊപ്പം ആഘോഷിക്കുന്നതും വാപ്പനെയും പറയുന്നത് അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് പഠിക്കാതെ വിദ്യാഭ്യാസം നേടാതെ നാട്ടിലുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കൂടെ കൂടി റോഡ് വക്കിലിരുന്ന് കമന്റ് പറഞ്ഞ് അവസാനം രാത്രി കഞ്ചാവിന് അടിമപ്പെട്ട് മൂക്കുമുട്ട ബിരിഞ്ചിച്ചോറ് അതല്ലെങ്കിൽ മൂക്കുമുട്ട രാത്രികാല ഭക്ഷണം കഴിച്ച് അവസാനം കിടന്നുറങ്ങുന്ന ബെഡിൽ ചെന്ന് കിടന്ന് പോൺ സൈറ്റ് ഓണാക്കി ബ്ലൂ ഫിലിമിന്റെ രംഗം കണ്ട് പകുതി അർദ്ധമയക്കത്തോടുകൂടി കണ്ണടഞ്ഞു കിടന്ന് നേരം വെളുത്ത് സൂര്യനുദിക്കുമ്പം എഴുന്നേറ്റ് തലക്കനം വിട്ടുമാറാൻ വേണ്ടി വീണ്ടും കഞ്ചാവ് അടിച്ച് അവസാനം പെണ്ണ് കെട്ടാൻ നേരത്ത് പെണ്ണ് കിട്ടാതാകുമ്പോ ഏതോ പെണ്ണിനെ പോയി കള്ളത്തരം പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്ന് ചാടിച്ചു കൊണ്ടുവന്ന് നശിപ്പിക്കുന്നതും രണ്ടും ഒന്നല്ല. ഇതിലേത് വേണമെന്ന് മക്കളോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം, എങ്ങനെ ജീവിക്കണം എന്ന്. മറ്റേ തരത്തിൽ ജീവിക്കുന്നവനെ കണ്ടിട്ട് അത് ഹീറോയിസാന്ന് വിചാരിക്കണ്ട, അത് ഏറ്റവും വലിയ നാണക്കേടാണെന്ന് പറയണം. അതിനെന്ത് വേണമെന്ന് പറയും, കുടുംബത്തിൽ നിർത്താനായിട്ടോ ഇത് കുടുംബത്തിൽ നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്നതിനെന്താ ചില കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ ഇന്ന് ബർത്ത്ഡേ മുതൽ സഞ്ചയനം വരെ സ്റ്റാറ്റസും ഷെയറും റീൽസുമാണ്. ബർത്ത്ഡേ മുതൽ സഞ്ചയനം വരെ. ഈ ബർത്ത്ഡേ ഒന്നും പാടില്ലട്ടോ, കാരണം അത് പിന്നീട് സ്വയം ആഘോഷിക്കാനുള്ള വകുപ്പുകളിലേക്ക് എത്തും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ മതത്തിന്റെ പേരിൽ പുതിയ പുതിയ ആഘോഷങ്ങളൊക്കെ വന്നത് എങ്ങനെയാന്ന്? ഇപ്പൊ നമ്മൾ പറയല്ലേ മുഹറം മാസത്തിൽ അല്ലെങ്കിൽ റജബ് മാസത്തിൽ ബറാഅത്ത്, ഷാബാനില് ബറാഅത്ത്, റജബ് നോമ്പ്. ഇതെങ്ങനെ വന്നതാന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ചരിത്രം അറിയുന്നത്. റസൂലുള്ള പറഞ്ഞിട്ടില്ല, ഖുലഫാഉ റാഷിദീങ്ങൾ പറഞ്ഞിട്ടില്ല, ആദ്യത്തെ 3 നൂറ്റാണ്ട് 300 കൊല്ലത്തിന്റെ ഇടക്ക് വന്നിട്ടില്ല. പിന്നെ ചില മനുഷ്യന്മാർക്ക് തോന്നി ഓരോ മാസവും ഒരു വെറൈറ്റി ആഘോഷം വേണം. അങ്ങനെ വന്നു. റജബിൽ അത്, ഷാബാനില് ബറാഅത്ത്, റമദാനില് നോമ്പ്, ശവ്വാല് പെരുന്നാള്, അങ്ങനെ വന്നതാ ഓരോന്നും. അങ്ങനെ വന്നതാ മൗലൂദും ഒക്കെ. അതുകൊണ്ടാ തൈവ പാടിയതും മൗലൂദ് കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇങ്ങനെ വന്നതാ. അന്ന് അവര് ഈ മതത്തിന്റെ ആഘോഷം ആഗ്രഹിച്ചിരുന്ന ചില ആൾക്കാർ, ഷിയ മനസ്സുള്ള ആളുകൾ ചിന്തിച്ചത് ഓരോ മാസത്തിലും ഒരു വെറൈറ്റി ആഘോഷം. അന്ന് ചിലര് ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കല്, കൂടല്, തിന്നല്, അടിച്ചുപൊളിക്കല്, എന്തെങ്കിലുമൊക്കെ കുറെ പാടല്, ചെല്ലല്, അങ്ങനെ വന്നതാ. അതൊക്കെ അങ്ങനെ വന്നതാ. ബുർദയും മജ്ലിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാ. ഇന്ന് നമ്മുടെ കൂട്ടത്തിലെ ചിലർക്ക് തോന്നി ഏതായാലും അതൊക്കെ പഴഞ്ചനായി, ഇനി പുതിയ പുതിയ ആഘോഷം വരണം. ഓരോ മാസം വന്നില്ലെങ്കിലും ഇടക്കിടക്ക് വരണം. അപ്പൊ എന്തൊക്കെ വന്നു? ആദ്യം വന്നു പെൺകുട്ടി ജനിച്ച ബർത്ത്ഡേ ആഘോഷം വന്നു. കുറച്ച് കാലം കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കാതുകുത്താൻ കൊണ്ടുപോയി. കാതുകുത്ത് കല്യാണം. ഇതെന്തിനാപ്പോ? ഷെയർ ഇടാനും ലൈക്ക് വാങ്ങാനും വീഡിയോ പകർത്താനും. കുറച്ച് കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 7 വയസ്സായി.
ഓക്ക് വലിയ പെണ്ണാന്ന് അറിയിച്ചു. അപ്പോ മാസ കല്യാണം. ഇങ്ങനെ പോകുക ഓരോന്നും. എത്ര കുടുംബങ്ങളിലാ ഓരോരോ ആചാരങ്ങൾ പുതിയ പുതിയ വരുന്നത്. ഇതിന് നിന്നൊടുക്കുന്ന ചില വാപ്പാരുണ്ട്, വയസ്സന്മാര് വാപ്പാര്. വാപ്പന്റെ ഇമ്മനെ 50-ാം വിവാഹ വാർഷികം, വാപ്പയും ഇമ്മയെ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് സുന്ദരമാരായിട്ട് കുത്തിരിക്കുന്നത് കാണാം. ഒരു സന്തോഷങ്ങൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ച് തീർത്തോ. ഇതിപ്പോ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? നാട്ടുകാരെ ലൈക്കും ഷെയറും കിട്ടണം. അതല്ലാത്ത എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടോ? പോയോലല്ലേ മുട്ടായിന്റെ ഗോപുരം കയറ്റി കയ്യും പിടിച്ചിട്ട്. ഇപ്പൊ അതൊക്കെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് നിങ്ങൾക്ക് ഒരു ഹദിയ കൊടുക്കാം. അത് അവളുടെ വലിയന്റെ കൈമ കൊടുത്തിട്ട് അവളെ ഏൽപ്പിക്കാൻ പറയണം. അത് നിങ്ങളുടെ ഒരു സന്തോഷമാണ്, മധുരാണ്. അതുകൊണ്ടാണ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നത്. പണ്ടൊക്കെ അത് എന്തെങ്കിലും ഒന്ന് കൊടുക്കലേ ഉള്ളേനു. ഞാനൊക്കെ എക്കളേറിന്റെ മുട്ടായി കൊണ്ടുപോയത് 75 ഉറുപ്പ്യന്റെ. അതിലാകെ 65 എണ്ണങ്ങാനെ ഉള്ളതിനൊന്ന് പിന്നെ ഒളിഞ്ഞോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതല്ലല്ലോ സ്റ്റാറ്റസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം തെറ്റിപ്പോയി. കാരണം എന്താ? ഓൻ കൊണ്ടുവന്ന 3000 ഉറുപ്പ്യന്റെ മുട്ടായി ആണല്ലോ. ഓള് പ്രതീക്ഷിച്ച് 30,000-ൻ്റെതാ. കുട്ടികാരികൾ പറഞ്ഞ പോലെ അഷ്ടിക്ക് വകല്ലാത്തവന്റെ പേരൊന്നും പോകണ്ടാന്ന്. മുട്ടായി തിരിച്ചു പോരെ കൊണ്ട കൊടുത്തിട്ട് പറഞ്ഞു ഞാള് മുന്നോട്ടില്ലാന്ന്. എന്താ ഇപ്പൊ കുഴപ്പം? ചെറുക്കൻ്റെതല്ല, ഓന്റെ വീടിന്റെ അല്ല, ഓന്റെ ദീനല്ല. കൊണ്ടുവന്ന മുട്ടായി ചെറുതായി പോയി. ഇനി മുട്ടായി വലുതാക്കുന്ന പോലെ ഉദ്ദേശം എന്താ? പോവാനായിട്ട് കുറെ മാരും ഉണ്ടാവും. ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ. പർദ്ദട്ടോള്, ചുരിദാർ ഇട്ടോള്, ടോപ്പ് ഇട്ടോള്, പിന്നെ കൂടെ കാണാൻ കുറെ വയസ്സെത്തിമാര്, കുറെ വെള്ളത്തുണി കുപ്പായിട്ട കാരണവന്മാരും. മുൻപിലുള്ളോള് ഗോപുരം, രണ്ടാമത്തോള് താജ്മഹൽ, മൂന്നാമത്തോള് കുത്തുബ് മീനാർ, നാലാമത്തോള് വേറെ എന്തെങ്കിലും. ബേക്കലുണ്ടാവും ക്രെയിനിന്റെ ആ ചങ്ങായി. യാതൊരു അവസ്ഥയില്ലാത്ത ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ 80,000 രൂപ വരെ ഇപ്പൊ മുട്ടായിക്ക് വേണ്ടി ചെലവാക്കുന്നു എന്നാ. അതവിടെ നിൽക്കട്ടെ. 80,000 വരെ മുട്ടായിക്ക് ചെലവാക്കുന്നത് പോട്ടെ, ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളെ മേലേക്ക് എത്താൻ തുടങ്ങി. ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങള്. ഡെക്കറേഷൻ വേണ്ടാന്നൊന്നുമല്ല, ഇതൊക്കെ ഒരു പവറാ, സ്റ്റൈലാ, വെറൈറ്റിയാ. ആളുകൾക്ക് അതാ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ആളുകൾ ഓടിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിലേക്ക് ചുരുങ്ങി. റബ്ബിന്റെ തൃപ്തി വേണ്ട, നാട്ടുകാരെ തൃപ്തിയും വേണം, ലൈക്കും വേണം, ഷെയറും വേണം. ആ ഒരു മീഡിയകൾക്ക് മുൻപിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ എത്രത്തോളം എന്ന് ചോദിച്ചാ, കല്യാണ തലേന്ന് വരന്റെ വീട്ടിലേക്ക് സർപ്രൈസ് എൻട്രി. ആരാ പോണ്? പെണ്ണ്. കൂടെ പോകുന്നതോ കൂടെ കുറെ ആൾക്കാർ. എന്നിട്ട് അവിടെ പോന്നിട്ട് അവിടെ ചെന്നിട്ട് ഹാലും കോലും ഉണ്ടാക്കിയിട്ട് ബേജാറാക്കിയിട്ട് ഇറങ്ങിപ്പോരുക. ഇനി പിയാപ്ലൻ ഓളെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി. തലേന്ന് രാത്രി കഴിക്കാൻ വന്ന ഭക്ഷണക്കാർ പ്ലേറ്റും പിടിച്ചിട്ട് ഒരു വള്ളപ്പത്തിന്റെ പകുതിയായിട്ട് ബേജാറാകുക. പുരക്കാരൻ ഐഡിയുള്ള ഗാനമേളക്ക് തുള്ളാൻ പോയതാ. എത്ര കുടുംബങ്ങളിൽ ആ മനുഷ്യരെ പടച്ചോന്റെ ബർക്കത്തില്ലാത്ത, എത്ര ദാമ്പത്യ കുടുംബ ബന്ധങ്ങളാ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന കൂര തട്ടുന്ന ഈത്തപ്പന ഓലന്റെ ചുവട്ടില് ഒരു ഗുളികയും കുടിക്കാണ്ട് പകലന്തിയോളം മനസ്സറിഞ്ഞ് കിടന്നുറങ്ങിയവരുണ്ട്. സഹാബത്ത്, പിന്തുടർച്ചക്കാര്. ഇന്ന് 3 ഗുളിക കുടിച്ചാലാ ചില ഭാര്യമാർക്ക് ഉറങ്ങാൻ പറ്റുക. രാട്ടപ്പാതിര 12 മണി വരെ ബെഡിന്റെ ബെഡേതാ, വീട്ടിന്റെ കിടക്കേതാ, ഡ്യൂറോഫെക്സ് മെല്ലെ കുഷ്യനുള്ളത്. തൽക്കാണിയോ ഇരുന്നാ കിടന്നാ എണീക്കാൻ തോന്നാത്ത. അതുമല്ല എന്തേ ഇപ്പൊ ഇല്ലാത്ത സമാധാനം മാത്രമല്ല, രണ്ടാളും 2 ഭാഗത്തേക്കും ചെരിഞ്ഞു കിടന്ന് 1:30-2 മണി വരെ അങ്ങനെ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് അങ്ങോട്ടും കിടന്നുറങ്ങും ഇങ്ങോട്ടും കിടന്നുറങ്ങും. മാസത്തിൽ ഒരിക്കലെങ്കിലും കെട്ടിയ പെണ്ണിനെ തൊടാത്തവരുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അണച്ചുകൂട്ടാത്തവരുണ്ട്. ഒരു രാത്രിയെങ്കിലും അവളെ ഗന്ധമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റൂല എന്ന് തോന്നുന്ന ഒരു ദാമ്പത്യം ഉണ്ടല്ലോ, അത് പട്ടിണിയാണെങ്കിലും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്ന സമാധാന. അതാ സ്നേഹം. അല്ലാണ്ട് ഇന്ന് സ്നേഹം എന്താന്ന് ചോദിച്ചാൽ ചിലർ പറയാൻ ഒക്കെ എന്തിന്റെ കുറവാ? ഉടുക്കാനുള്ളത്, പോകാനുള്ളത്. നാള് 40,000-ന്റെ ഫോണാ ഞാൻ വാങ്ങിക്കൊടുത്ത്. മനുഷ്യരെ, സ്നേഹം പൈസ കൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന ഫോണും പൈസയും തിന്നാനുള്ള ഒന്നല്ല. സ്നേഹം എന്ന് പറഞ്ഞ ഒരു പരിഗണനയാ. അത് മക്കള് കാണേണ്ടത് രക്ഷിതാക്കളുടെ കുടുംബത്തിന്നാ. മക്കൾ അത് കണ്ടു വളരണം. എന്തുകൊണ്ടാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ്? നിങ്ങളുടെ വാക്കുകൾ മക്കളുടെ മനസ്സിൽ നെരിപ്പോടുണ്ടാക്കരുത്, സങ്കടം ഉണ്ടാക്കരുത്. ഇന്ന് മക്കളെ മുൻപ് പാച്ചത്തെറി പെണ്ണുങ്ങളെ വിളിക്കുന്നവരുണ്ട്, കാര്യം തെറി. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കാണാം പിന്നെ ക്ഷമാപണം നടത്താൻ പോകുന്നത്, ഓളയും കൂട്ടിയിട്ട് ഒരു ബ്രോസ്റ്റ് തിന്നാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം അഭിനയ, എല്ലാം വല്ലാത്തൊരു അഭിനയ ലോകത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭ്രാന്തന്മാരെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഭ്രാന്തന്മാരുടെ കോമാളിത്തരങ്ങളാണ് ആളുകൾ ഐഡന്റിറ്റി ചെയ്യുന്നത്. പാവനമായ പവിത്രമായ കല്യാണ സദസ്സുകളിൽ പോലും വേഷം കെട്ടിത്തുള്ളുന്ന കോലങ്ങളെ, ഭ്രാന്തന്മാരെ കൊണ്ടുവന്ന് തുള്ളിക്കുക, പണി കൊടുക്കാൻ. 10,000-ന്റെ പടകങ്ങൾ പൊട്ടിത്തീരുന്നു, 25,000-ന്റെ പൂത്തിരി കത്തിത്തീരുന്നു. പൈസന്റെ വില അറിയണോ?
മെഡിക്കൽ കോളേജിന്റെ വരാന്തേ ചെന്നാ മതി, ഞാൻ ഇടക്കിടക്ക് പോകലുണ്ട്.